ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും താമസിച്ചെന്നാണ് മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. ഇക്കാര്യത്തിൽ എന്തിനാണ് ഒരു നിയമോപദേശം? അത് മനസ്സിലാവുന്നില്ല. ഇത് CPM-ഉം CPI-യും തമ്മിലുണ്ടായ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു. പിന്നെ ഒരിക്കൽ ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ട് എന്താ കാര്യം? CPI-യുമായി ധാരണ എത്തിയതാണല്ലോ, പിൻവലിക്കാൻ തീരുമാനിച്ചതാണല്ലോ, പിന്നെന്തിന് നിയമോപദേശം? ഇനി നിയമോപദേശം തേടണം എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഓക്കെ, സമ്മതിച്ചു. എങ്കിൽ എന്തിനാണ് ഈ 2 ആഴ്ച? ഒട്ടും സങ്കീർണമല്ലാത്ത ഒരു പ്രശ്നത്തിൽ നിയമോപദേശം കിട്ടുന്നതിന് എന്തിനാണ് ഈ 2 ആഴ്ച? സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറലിനോടാണ് ചോദിക്കുക ഇത്തരം കാര്യങ്ങളില് ഉപദേശം. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ അന്ന് തന്നെയോ പിറ്റേന്നോ ഉപദേശം നൽകുന്നതാണ് പതിവ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു വലിയ പാരാവാരമുണ്ട് അദ്ദേഹത്തിനോടൊപ്പം, ഒരു വലിയ ഓഫീസും സംവിധാനവും ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ 2 ആഴ്ച താമസിക്കുന്നത്? ഇങ്ങനെ കാലതാമസം ഉണ്ടാകുന്നത് ശരിയല്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹൈക്കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഒരു വിധി ഉണ്ടായാൽ പിന്നീട് എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടുന്ന അഡ്വക്കേറ്റ് ജനറലിനോടാ. അത്തരൊരു സന്ദർഭത്തിൽ 2 ആഴ്ച കാത്തിരിക്കുമോ സംസ്ഥാന സർക്കാർ നിയമോപദേശത്തിന് വേണ്ടി? അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് 2 ആഴ്ച എടുക്കുമോ ഉപദേശം കൊടുക്കാൻ? പിന്നെന്താണ് ഈ കാര്യത്തിൽ മാത്രം ഇങ്ങനെ കാലവിളംബം ഉണ്ടാവുന്നത്? ഇത്രയോടൊരു ചെറിയ കാര്യമാണ്. ഇതല്പം താമസിപ്പിച്ചിട്ട് CPI ഒന്ന് കൊച്ചാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനുവേണ്ടിയാണ് ഇത് ചെയ്തത്. അവസാനം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറഞ്ഞപ്പോ കത്ത് വഴിയാമണ്ണം കേന്ദ്രത്തിലേക്ക് അയക്കുകയും ചെയ്തു.